KPCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കം അവസാനിപ്പിക്കാൻ നീക്കവുമായി രാഹുൽ ഗാന്ധി. മുൻ KPCC അധ്യക്ഷന്മാർ അടക്കമുള്ളവരെ രാഹുൽ ഗാന്ധി ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു. സുധാകരനെ ഒഴിവാക്കേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, എന്താണ് ഇതിൽ ഹൈക്കമാൻഡ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതിൽ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴുള്ള ഇടപെടൽ എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഒരുപക്ഷെ സുധാകരനെ മാറ്റി മറ്റൊരു പേര് എന്ന ആ പ്രഖ്യാപനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അത് പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഉമേഷ്? രജിത്ത്, ഇപ്പോഴും പുതിയ KPCC അധ്യക്ഷൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു വിഭാഗം നേതാക്കളും ഹൈക്കമാൻഡിലെ ഭൂരിഭാഗം പേരും. അത് പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഒരുപക്ഷെ നേരത്തെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുകയും അതിനിടയിലാണ് സുധാകരൻ തൻ്റെ അതൃപ്തി പരസ്യമാക്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്നും അദ്ദേഹം പ്രതികരിച്ചത് ഇപ്പോഴൊന്നും പറയുന്നില്ല, എല്ലാം നാളത്തേക്ക് ശേഷം, അതായത് നാളെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് കൂടി സുധാകരനും സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തേക്ക് ശേഷം താൻ പ്രതികരിക്കാം എന്നുള്ളതാണ്. എന്തായാലും അതിന് മുന്നോടിയായിട്ടാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം. അത് കേരളത്തിലെ നേതാക്കളെല്ലാം അതൃപ്തരാണ് എന്നുള്ളതായിരുന്നു. അതായത് കേരളത്തിലെ നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം സുധാകരൻ്റെ നേതൃത്വത്തിൽ അതൃപ്തരാണ് എന്നുള്ളതാണ്. അത് കൂടുതൽ ഒരുപക്ഷെ ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ള ഉദ്യമം കൂടി ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം രാഹുൽ ഗാന്ധി കേരളത്തിലെ മുതിർന്ന നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ടത്. അതിൽ സുധാകരനെ പരസ്യമായി അനുകൂലിക്കുന്ന വിവിധ നേതാക്കളുണ്ട്. പ്രത്യേകിച്ച് മുൻ KPCC അധ്യക്ഷന്മാർ മുരളീധരൻ അടക്കമുള്ളവർ. അവരെല്ലാം ഇപ്പോൾ സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ടതില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ ഇപ്പോൾ സുധാകരനെ മാറ്റേണ്ട സാഹചര്യമില്ല. സമീപത്ത് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പെല്ലാം വരുന്നുണ്ട്. ഈ സാഹചര്യമെല്ലാം പല നേതാക്കളും പങ്കുവച്ചു. എന്തായാലും തീരുമാനമിരിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ കയ്യിലാണ്. ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഹൈക്കമാൻഡ് നേരത്തെ തന്നെ ഇതിലൊരു ധാരണ എത്തിയിരുന്നു. പക്ഷേ പ്രഖ്യാപിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് സുധാകരൻ തന്റെ നിലപാട് കടുപ്പിക്കുകയാണുണ്ടായത്. ഈ സാഹചര്യമാണ് ഇപ്പോൾ ഒരു അവസാനഘട്ട നീക്കത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ചതും. എന്തായാലും അവസാനഘട്ട ഒരു മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചയ്ക്കെല്ലാം ശേഷം ഒരു സമവായത്തിലെത്തി പുതിയ KPCC അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കാൻ ആകും എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷയും. രജിത്ത്, ശരി, ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. നേതൃമാറ്റത്തിൻ്റെ കാര്യത്തിലൊരു സമവായത്തിനുള്ള നീക്കം അത് സജീവമാക്കുന്നുണ്ട് ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് നിർണായകം. അത് എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്.